എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ഈ ഒരു ഓഗസ്റ്റ് 8-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ വെബ്സൈറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും നോൺ ജോയിനിങ് വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് മാൻഡേറ്ററി ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെയും ആ ഒരു ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള AMCS FNCKയുടെ തേർഡ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് 12-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജുകളിൽ ജോയിൻ ചെയ്യാവുന്നതും ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ക്യാൻസൽഡ്, അതുപോലെ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. കൺഫേംഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ, അതായത് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് നാളെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ, അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ 8-ാം തീയതി മുതൽ 12-ാം തീയതിക്കുള്ളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടുന്ന വിദ്യാർത്ഥികൾ 25,000 രൂപ ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഈ ഒരു 12-ാം തീയതി വരെയാണ് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അഡ്മിഷനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് എടുക്കണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനായിട്ട് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന് താഴെയായിട്ട്, അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ PDF-ൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വിദ്യാർത്ഥികൾ കൊണ്ടുപോകണം എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അല്ല ഇക്വലൻസി ഉള്ളവരാണെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഒരു 2 വീതം കോപ്പി അല്ലെങ്കിൽ ഒരു 5 വീതം കോപ്പി SSLCയുടെയും +2ൻ്റെയും ജസ്റ്റ് ഒന്ന് എടുത്തു വയ്ക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ പിന്നീട് തിരിച്ച് കിട്ടുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ ആവശ്യമായിട്ട് വരുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയൊക്കെ ജസ്റ്റ് ഒരു 5 വീതം വെച്ച് എടുക്കുക. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനുശേഷം ആ ഒരു കോപ്പികളൊക്കെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. SSLC ആണെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്. അടുത്തത് നിങ്ങളുടെ 10-ാം ക്ലാസ്സിലെ ഈ ഒരു SSLC അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലെ SSLC സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് തെളിയിക്കുന്നതിനായിട്ട് അതായത് +2 സർട്ടിഫിക്കറ്റ് വേണം. അതായത് +2 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ആണ് ആവശ്യമുള്ളത്. അടുത്തതായിട്ട് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് TC ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ഫ്രം ഓതറൈസ്ഡ് മെഡിക്കൽ ഓഫീസർ വിത്ത് MBBS ഓർ ഹയർ ക്വാളിഫിക്കേഷൻ സർട്ടിഫൈങ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് ഫിറ്റ് ടു അണ്ടർഗോ ദ കോഴ്സ്. അതായത് നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആണ്, അതായത് ആരോഗ്യപരമായിട്ട് എലിജിബിൾ ആണ് എന്ന് തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഗവൺമെൻറ് MBBS ഡോക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത ഡോക്ടർ, അതായത് MBBSോ അതിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയാലും പ്രോബ്ലമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അതിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ്, അതുപോലെ വിഷൻ എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ്, അതായത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് രേഖപ്പെടുത്തി വെക്കുക. അത് നിങ്ങൾക്ക് കാഴ്ചശക്തിയൊക്കെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് അതിൻ്റെ ഫോം വേണമെങ്കിൽ ബുക്ക് സ്റ്റാളിലോ മറ്റോ കിട്ടുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ആ ഒരു ഫോമാറ്റൊക്കെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അടുത്തത് കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ലാസ്റ്റ് അറ്റൻഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ അവസാനമായിട്ട് പഠിച്ചിട്ടുള്ള സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, അതിപ്പോൾ ഡിഗ്രിക്കാണെങ്കിൽ ആ ഒരു ഡിഗ്രി പഠിച്ച ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്.
അടുത്തതായിട്ട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അത് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ക്രിസ്ത്യൻ റിലീജിയനിൽ ഉള്ള നോൺസ് കാറ്റഗറി ആണെങ്കിൽ ഈ ഒരു ലെറ്റർ ഫ്രം ദ കൺസേൺഡ് മേജർ സുപ്പീരിയർ ഷാൽ ബി പ്രൊഡ്യൂസ്ഡ്, അത് മേജർ സുപ്പീരിയർ നൽകുന്ന ഒരു ലെറ്റർ, അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ 12th മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഇഫ് ആപ്ലിക്കബിൾ, അതായത് കേരളത്തിന് പുറത്ത് പഠിച്ചവർക്കാണെങ്കിൽ ഒരു 12ാം ക്ലാസ്സിലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്, അത് കേരളത്തിന് പുറത്താണ് +2 പഠിച്ചതെങ്കിൽ. അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്, അത് നിങ്ങളുടെ SLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച പ്ലേസ് കേരളത്തിലുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ എലിജിബിലിറ്റി ഓർ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഓഫ് 12th ഫ്രം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ആൻഡ് ഓർ ഡയറക്ടറേറ്റ് ഓഫ് HSC കേരള ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ INC ഇഫ് ആപ്ലിക്കബിൾ, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു +2 കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ CBSE ICSE, അതുപോലെ തന്നെ ഈ ഒരു NIOS ഇവ ഒഴികെ ഉള്ള മറ്റേതെങ്കിലും ബോർഡുകൾ അല്ലെങ്കിൽ കേരളത്തിലെ തുല്യതാ പരീക്ഷ എന്നിങ്ങനെ ഏതെങ്കിലും, അതായത് എന്നിവ അല്ലാതെ ഏതെങ്കിലും നിങ്ങൾ പുറത്തുള്ള ബോർഡുകളിലാണ് പഠിച്ചതെങ്കിൽ ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അല്ലെങ്കിൽ കേരള HSC അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകുന്ന ആ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആണ്. അത് കേരളത്തിൽ പഠിച്ച ആർക്കും ആവശ്യമില്ല. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഓഫ് SC BC OBC SC ST സ്റ്റാറ്റസ് ഒബ്റ്റൈൻഡ് ഫ്രം തഹസിൽദാർ കൺസേർട്ട്, അതായത് നിങ്ങൾ SC BC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. അടുത്തത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഫ്രം ദ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലാസ്റ്റ് സ്റ്റഡീഡ് ഇൻ ദ പ്രൂഫ് ഓഫ് കോസ് പ്രൊഹിബിഷൻ ഓഫ് റാങ്കിങ്, അതായത് നിങ്ങൾക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഭാവ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അത് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാകും. കോഴ്സ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കോഴ്സ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് തന്നെയാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൽ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പീസ് കൂടി ഇതിനോടൊപ്പം നൽകുന്നതിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു നൽകുന്ന എല്ലാവിധ ഡോക്യുമെൻറ്റ്സിൻ്റെയും അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ്, അതായത് സെൽഫ് അറ്റസ്റ്റ് അല്ല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഗസ്റ്റഡ് ഓഫീസറുടെ അടുത്ത് പോയിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റിൻ്റെയും ഫോട്ടോ സ്റ്റാറ്റ് 2 വീതം സെറ്റ്, അതായത് ഒരു ഡോക്യുമെൻറ്റിൻ്റെ 2 വീതം കോപ്പി വെച്ചിട്ട് എല്ലാം സെൽഫ് അറ്റസ്റ്റ് അല്ല ഈ ഒരു ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു 3 എല്ലാ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് SLCയും +2 അല്ല, ബാക്കിയുള്ള ഡോക്യുമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അതായത് SLC +2 ഇതിൻ്റെ, അതായത് എല്ലാത്തിൻ്റെയും 2 വീതം സെറ്റ് കോപ്പി എടുത്തിട്ട് അത് അറ്റസ്റ്റ് ചെയ്യിക്കുക. അതുപോലെ തന്നെ 3 സെറ്റ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് ആധാർ ഫോട്ടോ ID ഓഫ് ദ ആപ്ലിക്കൻറ്റ്, അതായത് ആധാർ കാർഡിൻ്റെ 3 കോപ്പി എടുത്തിട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. സെൽഫ് അറ്റസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര് എഴുതി നിങ്ങളുടെ സിഗ്നേച്ചർ കൂടി ഇടുന്നതാണ്. അതുപോലെ തന്നെ ഡേറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് സെൽഫ് അറ്റസ്റ്റഡ് ആയി. അതുപോലെ തന്നെ ഇഫ് ആപ്ലിക്കൻറ്റ് ഡസ് നോട്ട് ഹാവ് ആൻ ആധാർ ID ദെൻ കോപ്പി ഓഫ് പാസ്പോർട്ട് ഓർ വോട്ടർ ID മേ ബി സബ്മിറ്റഡ്, അത് നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ വോട്ടർ IDയുടെയോ കോപ്പി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് കോപ്പി ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം, നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകിയതിൻ്റെ ആ ഒരു ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്. അടുത്തത് 8 കോപ്പീസ് ഓഫ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 8 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. അതും ആ ഒരു ഫോട്ടോയുടെ പ്രത്യേകത അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം, കളർ ഫോട്ടോ ആയിരിക്കണം, എന്നാൽ അതിൻ്റെ ആ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. ഇത്ര മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ റീഫണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ, അതായത് നിങ്ങൾ അത് കോളേജിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതായത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പൈസ, അതായത് നിങ്ങളിപ്പോൾ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾ നൽകിയിട്ടുള്ള 25,000 രൂപ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ഫുള്ളായിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത്
നിങ്ങൾക്കത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അത് ക്യാൻസൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ വിളിച്ച് വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് കൊണ്ടുവരേണ്ടതുണ്ടോ, അതുപോലെ അഡ്മിഷൻ ടൈമിൽ ഫീസ് എത്ര അടക്കണമെന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. 1,13,000 രൂപയാണ് വിദ്യാർത്ഥികളുടെ ആദ്യ വർഷത്തെ ഫീസ് വരുന്നത്. അതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഹോസ്റ്റൽ, ബുക്ക്, അതുപോലെ തന്നെ യൂണിഫോം ഇതുപോലുള്ള എക്സ്ട്രാ ചിലവുകളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അഡ്മിഷൻ ടൈമിൽ തന്നെ നിങ്ങൾ ഈ ഒരു 1,13,000 രൂപയിൽ നിന്ന് 25,000 രൂപ കുറച്ച ശേഷമുള്ള ബാക്കി തുക, അതായത് ഏകദേശം ഒരു 80,000 രൂപ വരും. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ തന്നെ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഗഡുക്കളായിട്ട് സാധാരണ ഫീസ് അടക്കാൻ കോളേജ് അനുവദിക്കാറില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.